जय कुंज बिहारी, जय राधा माधव, जय कुंज बिहारी, जय गोपी जन वल्लभा, जय गिरिवर धारी, जय गोपी जन वल्लभा, जय गिरिवर धारी, यशोदानंदन व्रज जन रंजन, यशोदानंदन व्रज जन रंजन, यशोदानंदन व्रज जन रंजन, यमुना तीरवनचारी, जय कुंज बिहारी, यमुना तीरवनचारी, जय कुंज बिहारी, हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 ഹരേ ഹരേ. ഇത് രണ്ടും ഇതെല്ലാം നമ്മൾ ഓർക്കണം. ഭാഗവത സേവ എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വരണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭാഗവതം ഗ്രന്ഥഭാഗവതം നമ്മൾ പഠിക്കേണ്ടത് ഭക്തരിൽ നിന്നാണ് എന്നുള്ളത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഭക്തരിൽ നിന്ന്, അഭക്തർക്ക് എന്തായാലും ഭാഗവതം എക്സ്പ്ലെയിൻ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ല. എന്നാലും ചിലപ്പോൾ പല കാര്യങ്ങളും വളച്ചൊടിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണമാണെങ്കിൽ തത്വങ്ങൾ മനസ്സിലാക്കാതെ അങ്ങനെയുള്ള ഭാഗവതം ആണ് നമ്മൾ കേൾക്കുന്നത്, അങ്ങനെ പറയുന്ന ആളിൽ നിന്നാണ് നമ്മൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പുരോഗതിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഭാഗവതം ഒരു ഉപജീവന മാർഗമാക്കി മാറ്റി. അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഭാഗവതം പറയുന്നു, പാരായണം ചെയ്യുന്നു, അല്ലെങ്കിൽ സപ്താഹം നടത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എഫക്റ്റ് ഉണ്ടാവില്ല. വിചാരിച്ച അത്ര എഫക്റ്റ് ഇല്ല. കുറച്ച് എഫക്റ്റ് എന്തായാലും ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാഗവതമാണ് പറയുന്നത്, അതുകൊണ്ട് ഭഗവാനെക്കുറിച്ചാണ്. പക്ഷേ ഉദ്ദേശം കൂടെ പ്രധാനപ്പെട്ട കാര്യമാണ്. പറയുന്ന വ്യക്തിയുടെ ശുദ്ധീകരണം, അദ്ദേഹത്തിൻ്റെ പരിശുദ്ധി, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള ശുദ്ധി, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള പരിശുദ്ധിയും പ്ലസ് കൂട്ടത്തിൽ അദ്ദേഹം എന്ത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പറയുന്നത്, അതിലും കാര്യമുണ്ട്. അതായത് ആ ഒരു മഹാകാരുണ്യത്തോടു കൂടിയിട്ടാണോ, അതായത് കേൾക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ പരിവർത്തനം വേണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഭാഗവതം പറയുമ്പോൾ ആ ഒരു എഫക്റ്റ് കേൾക്കുന്നവർക്ക് ഉണ്ടാവും. നേരെ മറിച്ച് ഇത് എൻ്റെ ഒരു ജോലിയുടെ ഭാഗമാണ്, ഞാനിത് ചെയ്യുന്നു, 7 ദിവസം ഭാഗവതം വായിക്കുന്നു, പാരായണം ചെയ്യുന്നു, എനിക്ക് ഇത്രയും വരുമാനം കിട്ടുന്നു, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പരിവർത്തനം നടക്കാൻ പോകുന്നില്ല. കാര്യം ഉദ്ദേശശുദ്ധി ശരിയല്ല, ഉദ്ദേശം ശരിയല്ല, അല്ലേ? ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു കാരുണ്യത്തോടു കൂടിയിട്ടല്ല അവർ ചെയ്യുന്നത്. ഇപ്പോൾ പ്രഭുപാദ്, ശിലപ്രഭുപാദ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഭാവാർത്ഥങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണോ? ഒരേ ഒരു ഉദ്ദേശമുള്ളൂ അദ്ദേഹത്തിന്, നമ്മളെല്ലാവരെയും ശുദ്ധഭക്തരായി കാണണമെന്നുള്ളത്. വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല, അതിൽ നിന്നൊരു പ്രോഫിറ്റും വേറെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഭാഗവതം കേൾക്കേണ്ടത് അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തരിൽ നിന്നായിരിക്കണം. ചൈതന്യ ചരിതാമൃതത്തിൽ വീണ്ടും പറയുന്നു, യഹാ ഭാഗവത പടേ വൈഷ്ണവേര സ്ഥാനേ ഏകാന്ത ആശ്രയക്കരെ ചൈതന്യ ചരണേ. ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, ഭാഗവതം പഠിക്കണമെങ്കിൽ വൈഷ്ണവരുടെ അടുത്തുനിന്ന് പഠിക്കണം. വൈഷ്ണവരുടെ അടുത്തുനിന്ന് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്തരിൽ നിന്നായിരിക്കണം ഇത് കേൾക്കേണ്ടത്, പഠിക്കേണ്ടത്.
അതായത് നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷനുള്ള, ആ ഹൃദയത്തിൽ പരിശുദ്ധിയുള്ള, വേറെ ഒന്നും പ്രതീക്ഷിക്കാതെ കേൾക്കുന്ന ആളുകൾക്ക് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ സൂത ഗോസ്വാമി ശൗനകാദി ഋഷികളോട് ഭാഗവതം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സൂത ഗോസ്വാമി എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ശൗനകാദി ഋഷികൾ എനിക്ക് ഇത്രയും പൈസ തരുന്നു, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു, ഇത് ഞാൻ ഇത് കിട്ടുവാണെങ്കിൽ ഞാൻ ഭാഗവതം പറയാം, അങ്ങനെയാണോ അദ്ദേഹം പറയുന്നതല്ല. അങ്ങനെയല്ല പറയുന്നത്. അതേപോലെ പരീക്ഷിത്ത് മഹാരാജാവിന് ശുകദേവ് ഗോസ്വാമി പറഞ്ഞു കൊടുക്കുന്നത് പൈസയ്ക്കാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയിട്ടാണോ? അല്ല. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു നിമിത്തമായി മാറണം ഞാൻ എന്ന് മാത്രമേ ശുകദേവ് ഗോസ്വാമി ഉദ്ദേശിക്കുന്നുള്ളൂ. സൂത ഗോസ്വാമിയും അതേപോലെ തന്നെ ശൗനകാദി ഋഷികൾക്ക് ആ ശൗനകാദി ഋഷികളുടെ ചോദ്യങ്ങളിലേ ഉണ്ടായിരുന്നു, നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് അവരുടെ ഹൃദയത്തിൽ വിഷമം തോന്നുവാണ്, ഈ കലിയുഗത്തിലുള്ള ആളുകളൊക്കെ ഒരുപാട് കഷ്ടപ്പെടാൻ പോകുന്നു, അവർക്ക് എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം, പ്രയോജനമാവുന്ന കാര്യമാണ് ഭാഗവതം, അതുകൊണ്ട് അങ്ങ് പറഞ്ഞാലും. അപ്പോൾ നോക്കൂ, ചോദിക്കുമ്പോൾ അപ്പോൾ പറയുന്ന സൂത ഗോസ്വാമിക്ക് സന്തോഷമുണ്ട്, അദ്ദേഹത്തിന് സന്തോഷമുണ്ട്, ചോദ്യങ്ങൾ ചോദിച്ച ശൗനക ഋഷികളും രണ്ടുപേരുടെയും ഹൃദയത്തിൽ ആ പരിശുദ്ധിയുണ്ട്. അതുകൊണ്ട് ശരിയായിട്ടുള്ള ഒരു ഭാഗവതം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് സൂത ഗോസ്വാമി പറയുന്നു, അത് നല്ല രീതിയിൽ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ശൗനകാദി ഋഷികൾ അത് സ്വീകരിക്കുന്നു. അവിടെ വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇവിടെ പ്രഭുപാദ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്ന് കേൾക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആ ഭക്തരിൽ നിന്നാണ് കേൾക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. മറ്റുള്ളത് കേൾക്കാൻ പാടില്ല എന്നുള്ളതല്ല, പക്ഷെ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാവുവാനുള്ള സാധ്യത വളരെ കുറവാണ്, വളരെ സ്ലോ ആയിരിക്കും. കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഉദ്ദേശം ശരിയില്ലാതെ വരുമ്പോൾ. പക്ഷേ അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവും, പരിവർത്തനം ഉണ്ടാവില്ല. എത്രയോ സപ്താഹങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇതിനു മുമ്പും. എത്ര പരിവർത്തനം നമുക്ക് വന്നിട്ടുണ്ട്. ഈ യമനിയമങ്ങളെക്കുറിച്ച് നമ്മൾ, അതായത് ഭാഗവത സപ്താഹം കഴിഞ്ഞ് അത് ഒരു യജ്ഞമായിട്ട് എല്ലാ വർഷവും നടക്കുന്നുണ്ടാവും ചിലപ്പോൾ. പക്ഷേ ആ പറയുന്ന വ്യക്തി നമ്മൾ ഫോളോ അപ്പ് ചെയ്ത, ഓക്കെ, നമ്മൾ എത്രമാത്രം പ്രോഗ്രസ് ആയിട്ടുണ്ട് ഭക്തിയിൽ എന്നുള്ളത് അടുത്ത പ്രാവശ്യം അദ്ദേഹം തന്നെ വരുവാണെങ്കിൽ ചെക്ക് ചെയ്യുന്നുണ്ടോ നമ്മളിൽ നിന്ന്? അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടുന്നുണ്ടോ? അങ്ങനെ ഒരു മോണിറ്ററിങ് നടക്കുന്നുണ്ടോ? അല്ലേ? ഇതെല്ലാം ആവശ്യമാണ്. കാര്യം ഭാഗവതം പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഉദ്ദേശം ശുദ്ധമായിരിക്കണം, പറയുന്ന ആളുടെയും അതേപോലെ തന്നെ റിസീവ് ചെയ്യുന്ന കേൾക്കുന്ന ആളുകളും. ഇതൊരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിലല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ശുദ്ധീകരണത്തിനാണ് ഞാനിത് കേൾക്കുന്നത് എന്നുള്ള ബോധ്യവും നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളും ഉണ്ടാവും, ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ശ്രീല പ്രഭുപാദ് പറയുന്നു. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റേജസിനെ കുറിച്ച് പറയുമ്പോൾ അനർത്ഥ നിർവൃത്തിയും നിഷ്ഠയും വരുന്നുണ്ട്. കാര്യം നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകെ ഭക്തിർഭവതി നൈഷ്ഠികി. അവിടെ നൈഷ്ഠികി എന്ന് പറയുന്നുണ്ട് അല്ലേ? അവിടെ ഒരു നിഷ്ഠ വരുന്നുണ്ട്. അനർത്ഥ നിർവൃത്തിയുടെ കാര്യം പറയുന്നുണ്ട്. അതായത് ഭാഗവത സേവ ചെയ്യുമ്പോൾ വ്യക്തി ഭാഗവതം അല്ലെങ്കിൽ ഗ്രന്ഥഭാഗവതം സേവിക്കുമ്പോൾ എന്താണ്? അഭദ്രാണികൾ അല്ലെങ്കിൽ അനർത്ഥങ്ങൾ നശിക്കുന്നു. കൂട്ടത്തിൽ ഭക്തിർഭവതി, ഭക്തി നമ്മുടെ ഹൃദയത്തിൽ വരുന്നു. നിഷ്ഠ, ഭക്തിയിൽ നിഷ്ഠ വരുന്നു. അതാണ്, ഭക്തിയിൽ നമുക്ക് നിഷ്ഠ വരുന്നു, നമ്മൾ സ്ട്രോങ് ആവുന്നു. അതാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ശ്രീല വിശ്വനാഥ് ചക്രവർത്തി ടാക്കൂറിൻ്റെ എക്സ്പ്ലനേഷനിൽ 14 സ്റ്റേജസിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. സതാം കൃപ, മഹത് സേവ, ശ്രദ്ധ, ഗുരുപാദാശ്രയ, ഭജനേഷു സ്പൃഹ. ഇത്രയും നമ്മൾ കഴിഞ്ഞ 2 ശ്ലോകത്തിലായിട്ട് പറഞ്ഞു. ഇനി 18ാമത്തെ ശ്ലോകത്തിൽ വരുന്നത് ഒന്ന് ഭക്തിയാണ്. ഭക്തി, അതായത് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രേമപൂരിതമായിട്ടുള്ള ഭഗവത് സേവനത്തെ ഭക്തി.
എന്ന് പറയുന്നു. അപ്പോൾ അതൊരു സ്റ്റേജായിട്ട് ഇവിടെ പറയുന്നു. ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നു, ആ ഭജനേഷു സ്പൃഹ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ എന്തായിരുന്നു? സതാം കൃപ, അതായത് ഭഗവാന്റെ പരിശുദ്ധ ഭക്തരുടെ മഹാകൃപ. ഇനി അതിനുശേഷം മഹത് സേവ, ഭക്തരെ സേവിക്കുന്ന കാര്യം. ഇതെല്ലാം ഓരോ സ്റ്റേജസ് ആണ്. അപ്പോൾ ഭഗവാന്റെ പരിശുദ്ധ ഭക്തരുടെ കൃപ കൊണ്ട് നമുക്ക് പരിശുദ്ധ ഭക്തരെ സേവിക്കുവാനുള്ള അവസരം കിട്ടുന്നു. ഇനി ആ സേവനത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ശ്രദ്ധ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു. അങ്ങനെ നമ്മൾ വിശ്വാസത്തോടുകൂടി സേവനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു പരിശുദ്ധ ഭക്തൻ നമ്മുടെ ജീവിതത്തിൽ ഗുരുവായിട്ട് നമുക്ക് കിട്ടുന്നു. ഇനി ആ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ നമ്മൾ ഭക്തിയുത സേവനങ്ങൾ വീണ്ടും പരിശീലിച്ച് അദ്ദേഹത്തെ സേവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഭജനേഷു സ്പൃഹ, ഭഗവാനെ ആരാധിക്കാനുള്ള ആ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു ഉത്സാഹം കൂടുന്നു. കൂട്ടത്തിൽ ഹൃദയത്തിലുള്ള അനർത്ഥങ്ങളും, കാര്യം ഭക്തി സേവനങ്ങൾ ചെയ്യുമ്പോൾ അനർത്ഥങ്ങൾ നശിച്ചു പോകുന്നു. പിന്നീട് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ എത്തുമ്പോൾ ഭക്തി എന്ന് പറയുന്ന ആ പ്രേമപൂരിതമായിട്ടുള്ള ഭക്തിയാണ് ഉദിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ആവുന്നത്. കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നഷ്ടപ്രായേഷു അഭദ്രേഷുവിനെ കുറിച്ച് പറയുമ്പോൾ ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറിൻ്റെ എക്സ്പ്ലനേഷൻ പ്രകാരം അദ്ദേഹം പറയുന്നു, അനർത്ഥാപഗമം. അനർത്ഥാപഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അതായത് എല്ലാവിധ നമ്മുടെ ഭക്തിയിലുള്ള അനർത്ഥങ്ങളല്ല, ഭക്തിയിലുള്ള ബാധകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തടസ്സങ്ങൾ. അതെല്ലാം നശിക്കുന്നു. അനർത്ഥാപഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്, അല്ലേ? നാമാപരാധം ഒരു തടസ്സമാണ്, അല്ലെങ്കിൽ പല തടസ്സങ്ങളും വരും നമ്മുടെ ഭക്തി ജീവിതത്തിൽ. ഉള്ള ഈ അനർത്ഥങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ തടസ്സങ്ങളെല്ലാം പോകുന്നു, അതെല്ലാം ഇല്ലാതാവുന്നു. അതിനുശേഷമാണ് നിഷ്ഠ വരുന്നത്. നിഷ്ഠ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഭക്തി, അനർത്ഥാപഗമം, നിഷ്ഠ. ഈ 3 കാര്യങ്ങളാണ് ഈ 18ാമത്തെ ശ്ലോകത്തിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ 14-ൽ 8 ഓൾറെഡി. സതാം കൃപ, മഹത് സേവ, ശ്രദ്ധ, ഗുരുപാദാശ്രയ, ഭജനേഷു സ്പൃഹ, ഭക്തി, അനർത്ഥാപഗമം, നിഷ്ഠ. അത്രയുമായി. ഇനി ബാക്കിയുള്ളത് അടുത്ത ശ്ലോകത്തിൽ നിന്നാണ് തുടരുന്നത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. ശ്ലോകം 19. തദാരജസ്തമോ ഭാവ കാമലോഭാദയശ്ചയേ ചേത ഏതേർ അനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. ദേവു മാതാജി വായിക്കൂ. കാമലോഭാദയസ്തേ ചേതേതൈരാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. വിവർത്തനം വായിക്കട്ടെ? വായിക്കൂ. വിവർത്തനം. പിൻവലിക്കാനോ മാറ്റാനോ സാധ്യമല്ലാത്ത പ്രേമയുക്ത സേവനം ഹൃദയത്തിൽ സ്ഥാപിതമായ ശേഷം രജോ തമോ ഗുണഫലങ്ങളായ ഭോഗേച്ഛ, കാമം, അഭിലാഷം എന്നിവ ഹൃദയത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. അനന്തരം സത്വഗുണത്തിൽ അധിഷ്ഠിതമാകുന്ന ഭക്തൻ പരിപൂർണ സന്തോഷവാനായിത്തീരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയുന്നു ശ്ലോകം 19 തഥാ രജസ്തമോ ഭാവ കാമലോഭാദയശ്ചയേ ചേത ഏതിർ അനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ആ പരിശുദ്ധ ഭക്തിർഭവതി നൈഷ്ഠികി, ഭക്തി നമ്മുടെ ഹൃദയത്തിൽ ഉദിക്കുന്ന കാര്യം,
അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ. അപ്പോൾ ആ ഒരു പ്രേമപൂരിതമായിട്ടുള്ള ഭക്തി നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പറയുന്നു രജോ തമോ ഗുണങ്ങൾ. രജോ തമോ ഗുണങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നു. രജോ തമോ ഗുണങ്ങൾ കാരണം വരുന്ന കാമ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോടുള്ള കാമം, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതേപോലെ ഒരുപാട് അങ്ങനെയുള്ള ആസക്തികൾ, ഭൗതികമായിട്ടുള്ള ആസക്തികൾ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നു. രജോ തമോ ഗുണത്തിൻ്റെ എഫക്റ്റുകളാണ് കാമ അല്ലെങ്കിൽ ഈ ഭൗതികമായിട്ടുള്ള ഹരേ കൃഷ്ണ, ഭൗതിക ഇച്ഛകൾ, അതേപോലെ കാമം, ഇതെല്ലാം രജോ തമോ ഗുണങ്ങളുടെ എഫക്റ്റുകളാണ്, അല്ലെങ്കിൽ അത് കാരണമാണ് സംഭവിക്കുന്നത്. അപ്പോൾ പ്രേമപൂരിതമായിട്ടുള്ള ഭക്തി നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ രജോ തമോ ഗുണങ്ങളുടെ എഫക്റ്റുകളാവുന്ന കാമ ആഗ്രഹം, മറ്റുള്ള ഭൗതിക ആഗ്രഹങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നു. പിന്നീട് പറയുന്നു അങ്ങനെ ആ ഭക്തൻ സത്വഗുണത്തിൽ സ്ഥിരമായിട്ട് ആ ഒരു സത്വഗുണം അല്ലെങ്കിൽ ശുദ്ധ സത്വഗുണത്തിൽ നിൽക്കുന്ന അവസ്ഥയായിരിക്കും. രജോ തമോ ഗുണങ്ങളുടെ ഒരു കാര്യങ്ങളും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ അങ്ങനെയുള്ള ഭക്തൻ സിദ്ധം സത്വേ പ്രസീദതി, സന്തോഷമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണ സംതൃപ്തിയോടുകൂടി അവർ ഇരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നു ബ്രഹ്മഭൂത സ്റ്റേറ്റ്, അത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ബ്രഹ്മഭൂത പ്രസന്നാത്മ ന ശോചതി ന കാംക്ഷതി സമാ സർവേഷു ഭൂതേഷു മത്ഭക്തി ലഭത്തെ പരം. അവിടെ ആ ശ്ലോകത്തിലും പറയുന്നു ബ്രഹ്മഭൂത പ്രസന്നാത്മ. ബ്രഹ്മഭൂത എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ആത്മാനന്ദ എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതായത് ആത്മീയ തലത്തിൽ നമുക്ക് ആനന്ദം കിട്ടുന്നൊരവസ്ഥ. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഭക്തിയിലൂടെ മാത്രമാണ്. ആത്മീയ ആനന്ദമല്ല നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഭൗതിക തലത്തിലുള്ള സന്തോഷം എന്ന് പറയുന്ന ആത്മീയ ആനന്ദമായിട്ടൊരു ബന്ധമില്ല. ഇപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുന്നു, രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നു, നമുക്കൊരു സന്തോഷം കിട്ടും. അത് ആക്ച്വലി ആത്മീയ തലത്തിലുള്ള സന്തോഷമല്ല, നമ്മുടെ ഇന്ദ്രിയത്തിന് സന്തോഷമാകുന്നു, അതുകൊണ്ട് ഹാപ്പിയായി. അതേപോലെ ഓരോ ഇന്ദ്രിയങ്ങളും എടുത്തോളൂ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് വേണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ എടുത്തോളൂ, ആ ഇന്ദ്രിയങ്ങളെടുത്ത് ആ ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും സുഖങ്ങളുണ്ടെങ്കിൽ അത് ആത്മാനന്ദമല്ല, അത് ജഡാനന്ദമാണ്. ജഡാനന്ദം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾ ജഡമാണ്, അല്ലെങ്കിൽ ഭൗതിക തലത്തിലുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദവും അങ്ങനെ തന്നെയാണ്. എന്നാൽ ആത്മാനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മഭൂത, അല്ലെങ്കിൽ ശരിക്കും അത് ആത്മീയ തലത്തിലുള്ള ആനന്ദമാണ്. ആ ഒരു ആനന്ദത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെയുള്ള ആനന്ദത്തെക്കുറിച്ചാണ്, അല്ലാതെ ജഡാനന്ദത്തെക്കുറിച്ചല്ല. അപ്പോൾ ഭക്തിയുത സേവനങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ആനന്ദം ആത്മാനന്ദമാണ്, ആത്മീയ തലത്തിലുള്ള ആനന്ദമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ കിട്ടുന്നത്. അപ്പോൾ പ്രഭുപാദ് ഇതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. അങ്ങനെ രജോ തമോ ഗുണങ്ങൾ കംപ്ലീറ്റ്ലി നമ്മളിൽ നിന്ന് പോകുന്നു, അല്ലേ? അത് ഓൾറെഡി ശ്ലോകത്തിലും പറഞ്ഞു. രജോ തമോ ഗുണങ്ങൾക്ക് ഒരുപാട് എഫക്റ്റുകളുണ്ട്. കാമം, അത്യാഗ്രഹം, അതേപോലെ തന്നെ തമോ ഗുണത്തിൽ വരുന്ന ഉറക്കം, അതേപോലെ മടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതെല്ലാം തമോ ഗുണത്തിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ അതായത് കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കഴിക്കുക, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, ഇതെല്ലാം രജോ തമോ ഗുണങ്ങളുടെ എഫക്റ്റുകളാണ്. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല സത്വഗുണത്തിലും പിന്നീട് പ്രഭുപാദ് പറയുന്നു, സത്വഗുണത്തിൽ നിന്ന് അപ്പുറത്ത് വസുദേവ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ശുദ്ധ സത്വഗുണത്തിലേക്ക് നമ്മൾ ഉയരുന്നു. അത്രയും ശക്തിയാണ്
ഭക്തിയുത സേവനങ്ങൾക്കുള്ളത്. പ്രഭുപാദ് എന്നിട്ട് പറയുന്നു, ശുദ്ധ സത്വഗുണത്തിൽ നമ്മൾ എത്തുമ്പോൾ, ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോൾ ഭഗവാൻ കൃഷ്ണനെ നേരിട്ട് നമുക്ക് കാണുവാനുള്ള അവസരം കിട്ടുന്നു. അതാണ് പറയുന്നത്. പിന്നീട് ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രഭുപാദ് പറയുന്നു. എന്താണെന്ന് വെച്ചാൽ, ഒരു ഭക്തൻ അവരെപ്പോഴും സത്വഗുണത്തിലോ ശുദ്ധ സത്വഗുണത്തിലോ ആയിരിക്കും. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാവുമ്പോൾ അവർ ഒരിക്കലും ആരെയും ദ്രോഹിക്കില്ല എന്നുള്ളത്. ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ല, ആരെയും വേദനിപ്പിക്കില്ല. നേരെ മറിച്ച് രജോ ഗുണത്തിലും തമോ ഗുണത്തിലുള്ള ആളുകളെ വേദനിപ്പിക്കുന്നത് അതൊരു ഭാഗമാണ് അവരുടെ. അതായത് അത് ആ ഒരു നേച്ചറാണ് അവരുടെ. ഇപ്പോൾ നമ്മളൊരാളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് രജോ ഗുണം കൊണ്ടോ തമോ ഗുണം കൊണ്ടായിരിക്കും. സത്വഗുണത്തിലുള്ള ഒരാൾ ഒരിക്കലും ആരെയും വേദനിപ്പിക്കില്ല. സത്വഗുണോ ശുദ്ധ സത്വഗുണത്തിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ആ ഒരു കാര്യം കൂടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി പ്രഭുപാദ് പറയുന്നുണ്ട്. മറ്റുള്ളവരെ ദ്രോഹിക്കുക, മറ്റുള്ളവരെ ചീത്ത പറയുക, ബുദ്ധിമുട്ടിക്കുക, വാക്കുകൊണ്ടും അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടും നമ്മൾ വേദനിപ്പിക്കുക, ഇതെല്ലാം തമോ രജോ ഗുണത്തിൻ്റെ എഫക്റ്റുകളാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ട. ഭക്തനെ സംബന്ധിച്ച് അത് പാടില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പാടില്ല, അല്ലേ? അപ്പോൾ ഭക്തരായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള പരിശുദ്ധ ഭക്തി ഹൃദയത്തിൽ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാഞ്ഞു പോകും. അതാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദ് വേറൊരു കാര്യം കൊണ്ട് പറയുന്നു. എന്താണെന്ന് വെച്ചാൽ, ഭക്തർക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ടാവും, ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും. ഭഗവാന്റെ ക്വാളിറ്റീസിലെ കുറേ ക്വാളിറ്റീസ് ഭക്തർക്കും കിട്ടുന്നു. ഇത് ഭാഗവത്തിൽ പറയുന്നുണ്ട് വേറെ ശ്ലോകങ്ങളിൽ. ദേവതമാരുടെ ക്വാളിറ്റീസ് കിട്ടുന്നു എന്ന് പറയുന്നു. ഈവൻ ഭഗവാന്റെ ക്വാളിറ്റീസും മുഴുവനും കിട്ടുന്നു എന്നുള്ളതല്ല, അതിലെ കുറച്ച് ഭാഗം നമുക്കും കിട്ടുന്നു. അതാണ് ഭക്തർക്ക് ഭഗവാൻ കൊടുക്കുന്നതാണത്. കാര്യം ആ ക്വാളിറ്റീസ് എല്ലാം. അത് നേരെ മറിച്ച് തമോ ഗുണ രജോ ഗുണത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നൊരു ക്വാളിറ്റീസും നമുക്കുണ്ടാവുന്നില്ല. അങ്ങനെയുള്ള നല്ല ക്വാളിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അതാണ് ഒരു കാര്യം കൂടെ പ്രഭുപാദ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ എവിടെ വരെ എത്തി? അനർത്ഥ നിർവൃത്തി കഴിഞ്ഞ് നിഷ്ഠ വരെ എത്തി, അല്ലേ? നിഷ്ഠ കഴിഞ്ഞാൽ എന്താണ്? രുചിയും ആസക്തിയുമാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ 19-ാം ശ്ലോകത്തിൽ നമുക്ക് കാണാം, തഥാ രജസ്തമോ ഭാവ കാമലോഭാദയശ്ചയേ, അല്ലെ? ആ ശ്ലോകം നമ്മൾ കണ്ടു. അവിടെ പറയുന്നു, രുചിയെക്കുറിച്ച് പറയുന്നു. അതായത് നമ്മുടെ രജോ ഗുണം തമോ ഗുണം ഉള്ള കാര്യങ്ങളൊക്കെ മാറിപ്പോയി നമുക്ക് സത്വഗുണത്തിലും ശുദ്ധസത്വഗുണത്തിലേക്ക് നമ്മൾ ഉയരുന്നു. അതായത് ഭൗതിക തലത്തിലുള്ള സാധനങ്ങളോടോ സംഗതികളോടോ നമുക്ക് ഒരു രുചിയും ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മുടെ രുചി എന്തിനോടായിരിക്കും? ഭക്തിയുത സേവനങ്ങളോടും ആത്മീയ തലത്തിലുള്ള കാര്യങ്ങളോടും മാത്രമായിരിക്കും നമ്മുടെ രുചി. അതാണ് നമ്മുടെ ടേസ്റ്റ് കൂടുന്നു. ഭക്തിയിലുള്ള ആ ഒരു സ്വാദ് കൂടുന്ന കാര്യം നമ്മൾ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ശ്ലോകത്തിൽ അത് പറയുന്നു. പിന്നെ ആസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ഥിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ് ആയിട്ടുള്ള അവസ്ഥ. അതായത് മുഴുവനായിട്ടും നമ്മൾ ആ ഭക്തിയിൽ ആസക്തരായിട്ടിരിക്കുന്ന അവസ്ഥ. അതും നമുക്ക് കാണാൻ സാധിക്കും ഈ ശ്ലോകത്തിൽ നിന്ന്. നോക്കൂ, അനാവിധം സ്ഥിതം സത്വേ. ആ ഒരു സ്ഥിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആസക്തിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന രുചിയും ആസക്തിയുമാണ്. അപ്പോൾ 9 സ്റ്റേജസിലെ രുചി ആസക്തി തന്നെയാണ് ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറും ഇവിടെ പറയുന്നത്, രുചിയെക്കുറിച്ചും ആസക്തിയെക്കുറിച്ചും. രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള രുചി, ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളോടുള്ള രുചിയില്ലായ്മ, അത് നശിച്ചു പോകുന്നു, നമ്മളിൽ നിന്ന് നശിച്ചു പോകുന്നു. മാത്രമല്ല ആത്മീയ തലത്തിലുള്ള രുചി കൂടുന്നു. കൂട്ടത്തിൽ ആസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതം, വളരെ ഫിക്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു മാർഗത്തിൽ, ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ വളരെ ആ ഒരു
സ്ഥിതപ്രജ്ഞ എന്നൊക്കെ നമ്മൾ പറയും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നമ്മൾ വളരെ ഫിക്സായി ആ നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുന്നു. പിന്നെ അതേപോലെ ആസക്തി എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ്, എന്തിനോടാണ് അറ്റാച്ച്മെൻറ്റ്? ആത്മീയ തലത്തിലുള്ള കാര്യങ്ങളോട്. ഇപ്പോൾ നമ്മുടെ ആസക്തി എന്തിലാണുള്ളത്? ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളോട്. അതാണ് പ്രശ്നം. എന്നാൽ അത് മാറി നേരെ തിരിയും. അത് ആത്മീയ തലത്തിലുള്ള അറ്റാച്ച്മെൻറ്റായി മാറുന്നു. അതാണ് ശ്ലോകം 19 പറയുന്നത്. അപ്പോൾ രുചിയും ആസക്തിയുമായി. അപ്പോൾ 14 സ്റ്റേജസ് ആയി ഇതുവരെ. ഓക്കെ, ഇനി നമുക്ക് 20ാമത്തെ ശ്ലോകം നോക്കാം. ശ്ലോകം 20. ഏവം പ്രസന്ന മനസോ ഭഗവദ്ഭക്തി യോഗതഃ ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. കലാദേവി മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മേ നമഃ. വിദ്യതേ ഹൃദയ ഗ്രന്ഥി ചിന്യതേ സർവ സംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ടയേവാത്മനീശ്വരേ. വിവർത്തനം വായിക്കണോ പ്രഭുജി? വായിക്കൂ. അത് 20 അല്ലല്ലോ പ്രഭു, 20 അല്ലല്ലോ. മാറ്റിയാണ് വായിച്ചത്. 20 വായിക്കണം. സോറി പ്രഭു, പേജ് മറഞ്ഞുപോയി കാറ്റത്ത്. സോറി. ഏവം പ്രസന്ന മനസോ ഭഗവൽ ഭക്തി യോഗതഃ ഭാഗവത തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. അപ്രകാരം ശുദ്ധ സത്വഗുണത്തിൽ സ്ഥാപിതമാകയാൽ ഭഗവത് ഭക്തിയുത സേവന സമ്പർക്കത്തിലൂടെ ഉത്തേജിതനായ മനസ്സോടുകൂടിയ ഒരാൾ സമസ്ത ഭൗതിക സംസർഗത്തിൽ നിന്നും സ്വതന്ത്രമായി മോക്ഷാവസ്ഥയിൽ പരമദിവ്യോത്തമ പുരുഷനെ സംബന്ധിച്ച ഉത്തമ ശാസ്ത്രീയ ജ്ഞാനം നേടുന്നു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഇവിടെ പറയുന്നു, ഏവം പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തി യോഗതഃ ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. അപ്പോൾ നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ശുദ്ധ സത്വഗുണത്തിലെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഭക്തിയുത സേവനങ്ങളിലൂടെ, അല്ലേ? ഭക്തിയുത സേവനങ്ങളിലൂടെ നമുക്ക് ശുദ്ധസത്വ ഗുണത്തിലേക്ക്, അല്ലെങ്കിൽ ശുദ്ധസത്വ ഗുണത്തിലാണ് നമുക്ക് പരിശുദ്ധ ഭക്തി സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. രണ്ടും പാരലലി, അല്ലെങ്കിൽ രണ്ടും, അതായത് സത്വഗുണത്തിൻ്റെ മുകളിലാണ് ശുദ്ധസത്വഗുണം. അത് മനസ്സിലാക്കണം. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം, പിന്നെ ശുദ്ധസത്വഗുണം. ശുദ്ധസത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്വഗുണത്തിനും മുകളിലാണ്. ആ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, പരിശുദ്ധ ഭക്തി വരുന്ന സ്റ്റേജാണ് അശുദ്ധ സത്വഗുണം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു, അങ്ങനെ ഭക്തിയുത സേവനങ്ങളിലൂടെ ആ ശുദ്ധ സത്വ ആ സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ ആ ഒരു വസുദേവ പ്ലാറ്റ്ഫോമിൽ വെച്ച് എന്താണ് സംഭവിക്കുന്നത്? ജ്ഞാനവും വിജ്ഞാനവും, വേണ്ടതായിട്ടുള്ള എല്ലാ തത്വവിജ്ഞാനം, ഭഗവാനെക്കുറിച്ചുള്ള എല്ലാ തത്വങ്ങളും ജ്ഞാനവും വിജ്ഞാനവും ഒക്കെ കിട്ടുന്നു ആ വ്യക്തിക്ക്. ഇതാരാണോ ആ ഒരു അവസ്ഥയിലുള്ളത് അവർക്ക് ലഭിക്കുന്നു. കൂട്ടത്തിൽ ഭൗതിക തലത്തിലുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്ന് അവർ അതിൽ നിന്ന് പുറത്തു വരുന്നു എന്നുള്ളത്. അതായത് മുക്താവസ്ഥയിലാവുന്നു, മുക്തരാകുന്നു. മുക്തസംഗസ്യ ജായതേ, മുക്തി കിട്ടുന്നു എന്ന് പറയുന്നു. മുക്തി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോക്ഷം എന്ന് പറയുമ്പോൾ
പല അർത്ഥങ്ങളും ഉണ്ട് അതിനകത്ത്. മുക്തി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭൗതിക തലത്തിലുള്ള ആ ഒരു സംഘത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ ആത്മീയ തലത്തിലേക്ക് നമ്മൾ ഉയരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ആയിരക്കണക്കിന് ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാമ പ്രപത്യതേ വാസുദേവം സർവമേതി സ മഹാത്മാസ് ദുർലഭ. ഒരുപാട് ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് ഭക്തിയുത സേവനങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്. പിന്നീട് വേറൊരു കാര്യം കൂടെ പ്രഭുപാദ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകളിൽ വെച്ച്, ആയിരക്കണക്കിന് ആളുകൾ വെച്ച് ഒരാളായിരിക്കും ഭക്തി മാർഗത്തിലേക്ക് വരുന്നത്. ഇനി ആ ഒരാൾക്ക് പെർഫെക്ഷൻ കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ള അതായത് പതിനായിരക്കണക്കിന് ആളുകളിൽ നിന്ന് ഒരാൾ ഭക്തിയിലേക്ക് വരുന്നു. അങ്ങനെ കുറേ ആളുകളുണ്ടെന്ന് വയ്ക്കുക. ആ കൂട്ടത്തിൽ ആ ഒരാളെ പോലെ വേറെ കുറേ ആളുകൾ, അതിൽ വെച്ച് ഒരാൾക്കും അങ്ങനെ ഒരു 10,000 ആളുണ്ടെങ്കിൽ അതിൽ ഒരാൾക്കായിരിക്കും പെർഫെക്ഷൻ കിട്ടുന്നത്, അതായത് അല്ലെങ്കിൽ ആ പരിശുദ്ധ ഭക്തിയിലേക്ക് എത്തുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആ പരിശുദ്ധ ഭക്തിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല, ഒരുപാട് ബുദ്ധിമുട്ടുള്ള റെയറായിട്ടുള്ള കാര്യമാണ്. സാധിക്കാത്തതല്ല, സാധിക്കുന്ന കാര്യമാണ്. സാധിക്കാനുള്ള വഴികളും നമുക്ക് ശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്നു, ആചാര്യന്മാർ ഗുരുജനങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അത് അത്ര ഈസി അല്ല എന്നുള്ളതാണ് പറയുന്നത്. റെയറാണ്. കാര്യം ഈ ഒരു ആഗ്രഹങ്ങൾ മാറിയാലല്ലേ ഹൃദയത്തിലുള്ള അനർത്ഥങ്ങൾ പോകണം, ഹൃദയത്തിലുള്ള ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ മാറിപ്പോകണം. ഇങ്ങനെയൊക്കെ അതൊക്കെ എളുപ്പത്തിൽ സംഭവിക്കുന്നതാണോ? അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് ഈ ഒരു ആസക്തി, ഭൗതിക തലത്തിലുള്ള ആസക്തിയുടെ പിടിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളോടാണ് നമുക്ക് താല്പര്യം. അങ്ങനെ ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇനി അവിടെ നിന്ന് നമ്മൾ പുറത്തു വരണമെങ്കിൽ എളുപ്പമല്ല. അതാണ് ഒരുപാട് അതിൽ പണിയുണ്ട് എന്നുള്ള പറയുന്നത്. ഇവിടെ പ്രഭുപാദ് അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നു, ഒരു വ്യക്തിയുടെ ജീവിതം സക്സസ് ആയി എന്ന് പറയുന്നത്, അതായത് എപ്പോഴാണ് ആ വ്യക്തി മനസ്സിലാക്കണം, അതായത് ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, ഞാൻ ഭഗവാന്റെ അംശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അംശം മാത്രമല്ല ഭഗവാന്റെ സേവകനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തലത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യജന്മം സാക്ഷാത്കാരമാവുന്നത്. ഇല്ലെങ്കിൽ ആ മനുഷ്യജന്മം കിട്ടിയതിന് പ്രയോജനം വരുന്നില്ല. അല്ലേ? നമ്മളിതിന് ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്, മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസമൊക്കെ. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ട് വേണ്ട രീതിയിൽ അതിന് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, മൃഗങ്ങളെ പോലെയാണ് നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അതാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രഭുപാദ് പറയുന്നു, ഇവിടെ വർണ്ണാശ്രമധർമ്മം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വർണ്ണാശ്രമധർമ്മത്തിൽ എങ്ങനെയാണ്, നമ്മളിതിനു മുമ്പും ശ്ലോകങ്ങളിൽ പഠിച്ചു. വർണ്ണാശ്രമധർമ്മത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും ഭക്തിമാർഗത്തിൽ പതിയെ അല്ലെങ്കിൽ ഗ്രാജുവലി നമ്മളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ ഉദ്ദേശം. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ഇതാണ് 4 വർണ്ണങ്ങൾ. അതേപോലെ 4 ആശ്രമങ്ങളും. അല്ലേ? അപ്പോൾ ഇതെല്ലാം നമുക്ക് തന്നിട്ടുള്ളത്, ഭഗവാൻ തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവത് സാക്ഷാത്കാരത്തിലേക്കുള്ള വഴികളാണ് ഇതെല്ലാം. അതാണ് പറയുന്നത്. പിന്നീട് പ്രഭുപാദ് പറയുന്നു, ഒരു വൈഷ്ണവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ബ്രാഹ്മണനേക്കാൾ മുകളിലാണെന്ന് പറയുന്നു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനം നേടിയ ഒരാളെന്ന് പറയും. എന്നാൽ വൈഷ്ണവൻ എന്ന് പറയുമ്പോൾ ജ്ഞാനം മാത്രമല്ല, അദ്ദേഹം പരിശുദ്ധ ഭക്തനായി മാറും. അപ്പം ബ്രഹ്മജ്ഞാനം അറിഞ്ഞതുകൊണ്ട് ആ വ്യക്തി പരിശുദ്ധ ഭക്തനായിക്കൊള്ളുന്നില്ല. വൈഷ്ണവൻ, ഒരു ശുദ്ധ വൈഷ്ണവൻ ബ്രാഹ്മണൻ ഓൾറെഡി ആണ്. ഒരു ശുദ്ധ വൈഷ്ണവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ് എല്ലാം അദ്ദേഹത്തിനുണ്ടാവും. ഒരു ബ്രാഹ്മണന് വേണ്ടതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. എന്നാൽ ഒരു ബ്രാഹ്മണനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വൈഷ്ണവരുടെ എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുണ്ട്, ആ ഒരു വ്യത്യാസമുണ്ട് എപ്പോഴും.
പരിശുദ്ധ നമ്മൾ പറയുന്നത് ശുദ്ധ വൈഷ്ണവരെ കുറിച്ചാണ്. ഓക്കെ, ശുദ്ധ വൈഷ്ണവരാണ്. ഇതുപോലെ തിലക്കും മാലയും കണ്ണിമാലയും ഉണ്ടായതുകൊണ്ട് മാത്രം വൈഷ്ണവനാവുന്നില്ല. ആ ഒരു വൈഷ്ണവരിലും ഒരുപാട്, അതായത് പല തലത്തിലുള്ള വൈഷ്ണവരുണ്ട് അല്ലേ, പല തരത്തിലുള്ള ഭക്തരുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചർച്ച ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ. ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ആ വേദങ്ങളൊക്കെ അറിയാം, ഓക്കെ, അറിയുന്നവരുണ്ടാവും, ഓക്കെ, ആ ഒരു പൊസിഷൻ വലിയൊരു പൊസിഷൻ തന്നെയാണ്, സംശയമില്ല. എന്നാൽ അതിനേക്കാൾ മുകളിലാണ് ഒരു വൈഷ്ണവൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ വേദങ്ങളും ശാസ്ത്രങ്ങളും മാത്രം അറിയൽ മാത്രമല്ല, അവരത് ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടും ചെയ്യുന്നവരായിരിക്കും. ആ പരിശുദ്ധ ഭക്തരുടെ ശ്രേണിയിൽ അവർ വരുന്നു. അതാണ് വ്യത്യാസം പറയുന്നത്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ശ്രീല പ്രഭുപാദി ഇവിടെ പറയുന്നത്. അപ്പോൾ ബ്രാഹ്മണനേക്കാൾ ഉയർന്ന തലത്തിലാണ് വൈഷ്ണവരെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബ്രാഹ്മണൻ ക്വാളിഫൈഡ് ആവുമ്പോൾ അദ്ദേഹം വൈഷ്ണവനായി മാറുന്നു. അതാണ് പറയുന്നത്. പ്രഭുപാദ് കൺക്ലൂഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് ബ്രാഹ്മണൻ പരിശുദ്ധ അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ ശരിക്കും ചെയ്യുമ്പോൾ, ചെയ്ത് നല്ല രീതിയിൽ പോകുമ്പോൾ അവർ ശുദ്ധ വൈഷ്ണവരായി മാറുന്നു. ശുദ്ധ വൈഷ്ണവരായി കഴിഞ്ഞാൽ പിന്നെ മുക്തരാകുന്നു. അങ്ങനെയുള്ളവർക്കാണ് ശരിക്കും ഈ ഒരു ഭൗതിക ലോകത്തിലെ ഈ ഒരു ജന്മങ്ങൾ, അതായത് ജന്മമൃത്യു ജരാവ്യാധി അല്ലെങ്കിൽ മറ്റുള്ള ഈ രജോ ഗുണം തമോ ഗുണം അല്ലെങ്കിൽ സത്വഗുണത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ആവുന്ന ഇവിടെയുള്ള ആ ഒരു ഗുണങ്ങളുടെ പ്രഭാവത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്നത്. ഈവൻ സത്വഗുണവും പോരാ, ശുദ്ധ സത്വഗുണത്തിലേക്ക് നമ്മൾ ഉയരണം. അത് ഭഗവത്ഗീത തന്നെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. സത്വഗുണം നല്ലതാണ്, പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ പോകണം. കാര്യം എന്താണെന്ന് വെച്ചാൽ സത്വഗുണത്തിലും അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. കാര്യം അത് ഭഗവത്ഗീത പറയുന്നുണ്ട്. കൂടുതൽ സത്വഗുണം, ഞാനൊരു സത്വഗുണം ഉള്ള ഒരാളാണെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുന്നു. അത് നല്ലൊരു കാര്യമല്ല. ശുദ്ധ സത്വഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിശുദ്ധ ഭക്തരുടെ ആ ഒരു അവസ്ഥയാണ്. അവിടെ അങ്ങനെ ഒരു തരത്തിലുള്ള അഹങ്കാരവും നിത്യഹങ്കാരവും വരുന്നില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ നമുക്ക് സത്വഗുണത്തിൽ ഇരുന്നാൽ പോരാ, പരിശുദ്ധ സത്വഗുണത്തിൽ നമ്മൾ എത്തണം. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് വരിഷ്ഠരായിട്ടുള്ള വൈഷ്ണവരുള്ളത്. അതാണ് പറയുന്നത്. അപ്പോൾ ബ്രാഹ്മണർ നാച്ചുറലി സത്വഗുണത്തിലുള്ളവരായിരിക്കും. എന്നാൽ വൈഷ്ണവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ സത്വഗുണത്തിലായിരിക്കും. അതാണ് വ്യത്യാസം. അപ്പോൾ ബ്രാഹ്മണർ പതുക്കെ ക്വാളിഫൈഡായി അവർ വൈഷ്ണവരായി മാറുന്നു, ശുദ്ധ വൈഷ്ണവരാകുന്നു. അതാണ് പറയുന്നത്. ശുദ്ധ വൈഷ്ണവരെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരിശുദ്ധ ഭക്തർ. അതൊക്കെയാണ് പ്രഭുപാദ് ശ്ലോകത്തിൽ ഭാവാർത്ഥത്തിലൂടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? ഏവം പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തി യോഗത ഭഗവത് തത്വവിജ്ഞാന മുക്ത സംഘസ്യ ജായതേ. ഇവിടെ പറയുന്നു ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? രുചിയായി, ആസക്തിയായി, ഇനിയുള്ളത് ഭാവ, പ്രേമ. അതാണ്. അപ്പോൾ ഭഗവത് തത്വവിജ്ഞാന മുക്ത സംഘസ്യ ജായതേ. ഇവിടെ പറയുന്നു നമ്മൾ ഭഗവത് ഭക്തി യുത സേവനങ്ങളിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആ പരിശുദ്ധ ഭക്തിയിലേക്ക്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള തത്വങ്ങൾ, വിജ്ഞാനം, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വരുന്നു. തത്വങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജ്ഞാനം മാത്രമല്ല, വിജ്ഞാനം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നമ്മൾ വെറും തിയറി മാത്രമല്ല, അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അത് വിജ്ഞാനമാവുന്നത്. അതേപോലെ മുക്ത സംഘസ്യ ജായതേ. അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ആചാര്യർ പറയുന്നത് അതാണ്. ഇവിടെ അവസാനത്തെ സ്റ്റേജായി, കാര്യം മുക്തി കിട്ടുന്ന അവസ്ഥയായി. അപ്പോൾ അതാണ് പറയുന്നത്. ഭാവ, അതേപോലെ പ്രേമ, ഈ ഒരു സ്റ്റേജസ് ആണ് ഇവിടെ പറയുന്നത്. ഇനി ശ്രീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറിൻ്റെ 4 കാര്യങ്ങൾ ബാക്കിയുണ്ട്. 10 വരെയാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകം വരെ പറഞ്ഞത്. ഇവിടെ അദ്ദേഹം പറയുന്നു, ഇവിടെ രതി എന്ന് പറയുന്ന ഒരു കാര്യം. രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസക്തിയുടെ തൊട്ട് മുകളിലുള്ള സ്റ്റേജാണ്. അല്ലെങ്കിൽ ഭാവ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് രതി. അത് ആചാര്യന്മാർ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. പ്രേമ എന്ന് പറയുമ്പോൾ ആ കൃഷ്ണപ്രേമം എന്ന് പറയുന്നത്, പരിശുദ്ധ
പ്രേമം, കൃഷ്ണപ്രേമം, അതാണ് പ്രേമം. പിന്നീട് ഇവിടെ 13ാമത്തെ സ്റ്റേജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദർശനം എന്നുള്ള ഒരു സ്റ്റേജ് പറയുന്നുണ്ട്. ദർശനം എന്ന് പറയുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജ്ഞാനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അനുഭവിക്കുന്നു, ആ അനുഭവം ഉണ്ടാവുന്നു. അതാണ് 13 ദർശനം. 14 ഹരേർ മാധുര്യാനുഭവ എന്നുദ്ദേശിക്കുന്നത്, അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഹരേർ മാധുര്യാനുഭവ, ഭഗവാൻ കൃഷ്ണൻ്റെ ആ മാധുര്യത അത് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു. അതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് 14 കാര്യങ്ങൾ? സതാം കൃപ, മഹത്സേവ, ശ്രദ്ധ, ഗുരുപാദാശ്രയ, ഭജനേഷു സ്പൃഹ, ഭക്തി, അനർത്ഥാപഗമം, നിഷ്ഠ, രുചി, ആസക്തി, രതി, പ്രേമ, ദർശനം, ഹരേർ മാധുര്യാനുഭവ. രണ്ടും, ദർശനവും ഹരേർ മാധുര്യാനുഭവം തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിജ്ഞാനത്തെയാണ് പറയുന്നത്. ജ്ഞാനം, അതായത് മൊത്തത്തിലുള്ള ജ്ഞാനം, ഭക്തിയുത സേവനങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം, അത് എക്സ്പീരിയൻസ് വിജ്ഞാനമായി മാറും. വിജ്ഞാനം ആവുന്ന സ്റ്റേജാണ് പറയുന്നത്. എന്നാൽ അതിനേക്കാൾ തൊട്ട് മുകളിലാണ് ഭഗവാന്റെ മാധുര്യത്തെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അറിവുണ്ടായി, അറിവ് വിജ്ഞാനമായി മാറി, പക്ഷേ ഇത് നേരിട്ട് ഭഗവാന്റെ ആ മാധുര്യത നേരിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അവസ്ഥയാണ് ഹരേർ മാധുര്യാനുഭവ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് തൊട്ട് മുകളിലുള്ള അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു ഏറ്റവും മുകളിലുള്ള ആ ഒരു ചവിട്ടുപടിയാണ് ഹരേർ മാധുര്യാനുഭവ. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മൾ മുക്തരായി ഭഗവാന്റെ അടുത്ത് പോയി ഭഗവാന്റെ കൂടെ ലീലകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ ഒരു ഹരേർ മാധുര്യാനുഭവ ഇതിൽ നമുക്ക് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി അത് അവിടെ പോവാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? അപ്പോൾ ഒരു സാധകരെ സംബന്ധിച്ച് നമ്മൾ ഭക്തി സേവനങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നാരദമുനിക്ക് കിട്ടിയതുപോലെ ഭഗവാന്റെ ദർശനം കിട്ടുന്നുണ്ട് അവിടെ നാരദമുനിക്ക്. ആ ഒരു ഭാവഭക്തി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അഷ്ടസാത്വിക വികാരങ്ങൾ വരുന്നു. കൂട്ടത്തിൽ ആ പ്രേമം വരുന്നേക്കാൾ തൊട്ടുമുമ്പ് ഭഗവാൻ ദർശനം കൊടുക്കുന്നുണ്ട്. ആ ലാസ്റ്റ് സ്റ്റേജിലെത്തുമ്പോൾ ദർശനം കൊടുക്കുന്നുണ്ട് ഭഗവാൻ. പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ ഭഗവാൻ, അതായത് കുറച്ചും കൂടെ ശുദ്ധരാവാനുണ്ട്, കുറച്ചും കൂടെ ശുദ്ധീകരണം നടക്കാനുണ്ട്. അതുകൊണ്ട് ഇനി ഈ ഒരു ജന്മത്തിൽ നിനക്ക് എന്നെ കാണാൻ സാധിക്കില്ല, അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ജന്മം കഴിയുന്നതോടുകൂടി നീ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കും എന്ന് ഭഗവാൻ അവിടെ ഉറപ്പ് പറയുന്നുണ്ട്. അതുകൊണ്ട് മഹാഭാഗവതരെ വേണ്ട രീതിയിൽ ഫോളോ ചെയ്തോളാൻ പറഞ്ഞു. ഭഗവാൻ അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ്, അതായത് അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെ നമുക്ക് ഇവിടെ ഇരുന്ന് അല്ലെങ്കിൽ ഈ ഒരു സാധന ഭക്തിയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഈ ഭാവഭക്തി കഴിഞ്ഞാൽ പ്രേമഭക്തി എന്ന് പറയുമ്പോൾ അത് പിന്നെ അവിടെ നിന്നൊരു വീഴ്ച നമുക്ക് സംഭവിക്കില്ല. അവിടെ നിന്നും പിന്നെ ഒരു വീഴ്ചയില്ല. ഭാവഭക്തി വരെ ഒരു പക്ഷേ നമുക്ക് ചിലപ്പോൾ വീഴ്ച സംഭവിക്കാം. ഇപ്പോൾ ഭരത മഹാരാജൻ്റെ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഭാവഭക്തിയുടെ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് പ്രേമമാണ്. പ്രേമഭക്തിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു വീഴ്ച സംഭവിക്കില്ലായിരുന്നു. നാരദമുനിയും ഭാവഭക്തി വരെ എത്തി, പക്ഷേ അദ്ദേഹം ഉടനെ പ്രേമ സ്റ്റേജിലേക്ക് കടന്നു. അങ്ങനെയാണ് പിന്നീട് ആ ശരീരം കഴിയുമ്പോൾ നാരദമുനി ആ ശൂദ്രപുത്രൻ്റെ മകനായിട്ടുള്ള ആ ശരീരം ഉപേക്ഷിച്ച് പിന്നീട് അദ്ദേഹം നാരദമുനിയുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നാരദമുനിയായി മാറുന്നു അദ്ദേഹം. ഭരത മഹാരാജന് വീണ്ടും ജന്മെടുക്കേണ്ടി വന്നു. ജഡഭരതനായി മാനായി മാറുന്നു, പിന്നെ ജഡഭരതനായി മാറുന്നു, പിന്നീടാണ് പോകുന്നത്. എന്നാൽ നാരദമുനിക്ക് ഡയറക്റ്റ്ലി ഭാവഭക്തിയിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് അദ്ദേഹത്തിന് കയറാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കാം. ഭാവഭക്തി വരെ സാധകരെ സംബന്ധിച്ച് താഴോട്ട് വീഴാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ പ്രേമഭക്തിയിലേക്ക്
പ്രവേശിച്ചാൽ പിന്നെ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രേമഭക്തി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുക്തരായ അവസ്ഥ തന്നെയാണ്. നമ്മൾ മുക്തരായ അവസ്ഥയാണ്. അതാണ് ഇവിടെ മുക്തസംഗസ്യ ജായതേ പറയുന്നത്. അതാണ് ഈ ശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങൾ 21, 22 നമുക്ക് അടുത്ത ക്ലാസ്സിൽ